മധുരക്കിഴങ്ങ് ചുട്ടെടുക്കുന്ന വിധം കേട്ടോ ഞാൻ കാണിക്കണത്. കണ്ടോ, ഇത് പകുതി നീളത്തിലൊന്നും ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പീസാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കേ ആവുള്ളൂ കേട്ടോ. പിന്നെ കനലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല കനലുണ്ടെങ്കിൽ കനലിൽ ചുട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. നല്ല മധുരം ഉണ്ടാവും. നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതിനെക്കാട്ടും ആവിയിൽ വേവിക്കുന്നതിനെക്കാട്ടും വെള്ളമൊഴിച്ച് വേവിക്കുന്നതിനെക്കാട്ടും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇത് ഇങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് അത് ഇങ്ങനെ വെറുതെ. പിന്നെ അപ്പം നമുക്കിത് കറിയും വേണ്ട ഒന്നും വേണ്ട, അങ്ങനെ കഴിക്കാൻ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാനിത് വെന്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം. ഇത് ഞാൻ പീസാക്കിയിട്ട് വെക്കണം കേട്ടോ. ഇനി ഇങ്ങനെ പീസായിട്ട് വെക്കുമ്പോഴാണ് പെട്ടെന്ന് വേവുക. ഇങ്ങനെ വെച്ചാലും വേവും. ഇത് ഇങ്ങനെ പീസാക്കിയിട്ട് വെക്കുക. പകുതിയാക്കിയിട്ട് വലുതാക്കി ആണെങ്കിൽ ഇങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് എങ്ങനെ നമുക്കിതിങ്ങനെ തൊലി കളഞ്ഞിട്ട് എടുക്കാം. തൊലി കളയണം കേട്ടോ. തൊലിയോട് കൂടിയല്ലേ നമ്മൾ വെച്ചത്. അപ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ കളയണം. തൊലി കളഞ്ഞിട്ട് നമുക്ക് തിന്നാം. നല്ല ടേസ്റ്റായിരിക്കും. ഇത് നമുക്ക് തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അതുപോലെ ഇതും ഇങ്ങനെ ആയി മതി. ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പപ്പടം ചുട്ടെടുക്കാം, വറ്റൽമുളക് ചുട്ടെടുക്കാം, ഉള്ളി ചുട്ടെടുക്കാം, എന്ത് വേണമെങ്കിലും ചുട്ടെടുക്കാം. പപ്പടം ചുട്ടെടുക്കാം. അടിപൊളി പാത്രമാണിത്. ഇതെനിക്കിവിടെ പണ്ട് സെയിൽസ് ഗേളും സെയിൽസ് ബോയൊക്കെ വരുമല്ലോ, അവരെടുത്ത് വാങ്ങിച്ചതാണ് ഞാനിത്. ആദ്യം ഒരെണ്ണം വാങ്ങി, അത് തുരുമ്പെടുത്ത് പോയിട്ട് അത് ക്വാളിറ്റി കുറഞ്ഞതായിരുന്നു. ഇത് വാങ്ങിച്ചിട്ട് കുറേ കൊല്ലമായി. ഇത് നനക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും ആവില്ല. ഇത് നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ഇത് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കനലുണ്ടെങ്കിൽ കനലിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും.